ഹായ് എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങളും ഓണം ആഘോഷിക്കാനായിട്ട് അങ്ങനെ നിൽക്കുകയാണ്, ഒരുങ്ങി റെഡിയായി. ഓണസദ്യ ഉണ്ടാലല്ലേ ഓണം ആഘോഷമാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ രാവിലെ റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ഈ ഡ്രസ്സൊന്നും പുതിയതല്ല, എന്തെന്ന് വെച്ചാൽ പുതിയ ഡ്രസ്സ് എടുത്തു. ഞങ്ങൾ എടുത്തത് ചുരിദാറാണ് എടുത്തത്, ടോപ്പ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഞങ്ങൾക്കതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അതെടുത്തത്. അപ്പോൾ ഇത് ഇന്ന് ഓണം ആയതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. പട്ടുപാവാട, ലഹങ്ക അങ്ങനത്തെയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് എടുത്തിട്ടത്. പിന്നെ രാവിലെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി അത് കഴിച്ചു. അത് കഴിച്ച വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഒരുക്കവും തിരക്കും ഒക്കെ ആയിപ്പോയി. മക്കളെ ഒരുക്കണം, അതിൻ്റെയൊക്കെ ഒരു തിരക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സദ്യ കഴിക്കണതിൻ്റെ വീഡിയോ എന്തായിരുന്നു അത് എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സദ്യയൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി, രാത്രി തന്നെ എല്ലാം അരിഞ്ഞ് പറക്കി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചു. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കറികളും ഉണ്ടാക്കുന്നത് കൊണ്ട് നേരത്തെ അരിഞ്ഞൊക്കെ വെച്ചാലേ ഞങ്ങൾക്ക് രാവിലെ എണീറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ സദ്യയ്ക്കും എല്ലാം റെഡി ആയിരിക്കുകയാണ്. മോളെ ഒരു സൈഡിൽ പരമ്പ് വിരിച്ച് അവളെയും കിടത്തിയിരിക്കുകയാണ്. അവൾക്കിതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരികയാണ്. ഒരാളാണെങ്കിൽ നേരെ ഇല ഇട്ടപ്പോൾ ഇലയുടെ ഫ്രണ്ടിൽ ചെന്ന് ഇരുന്നിട്ട് എനിക്ക് ആദ്യം വേണമെന്നും പറഞ്ഞ് അവളും അവിടെ ഇരിപ്പായി. അവൾക്ക് എന്നെ ആദ്യം സദ്യ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാം നുള്ളിപ്പറക്കി വെക്കും. ഓണമായാൽ ഞങ്ങൾക്ക് ഒരുപാട് കറികൾ വേണം, എങ്കിലേ കഴിക്കാനായിട്ടൊരു രസം കാണുള്ളൂ. എന്ന് വെച്ചാൽ ഒരുപാട് കറികൾ ഇങ്ങനെ നിരന്ന് ഇലയിലിരിക്കണ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കറികളും വേണം. ഞങ്ങളങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. എല്ലാ കറികളും ഉണ്ടാക്കും, എന്നിട്ട് എല്ലാം ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ നിരത്തി വയ്ക്കും. അതിൽ ചിലതൊന്നും കഴിക്കില്ല, എങ്കിലും അത് കാണാനായിട്ടൊരു ഭംഗിയാണ്. ഓണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല ഇല നിറച്ച് കറികളൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇല നിറച്ച് കറികളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ചിപ്സും ഉപ്പേരി എല്ലാം വെക്കുകയാണ്. ആദ്യം അവിയൽ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിയൽ ആദ്യം വെക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചിപ്സും ഉപ്പേരിയൊക്കെ എടുത്ത് വെച്ചത്. അപ്പം പച്ചടി, കിച്ചടി, സാമ്പാർ, പരിപ്പ് എല്ലാം അങ്ങനെ റെഡിയായിരിക്കുകയാണ്. നേരെ ഡൈനിങ് ടേബിളിലാണ് എല്ലാം കൊണ്ടുവന്ന് വെച്ചത്. ഞങ്ങൾ അതിനെല്ലാം എടുത്ത് തറയിൽ വെച്ചു. തറയിലിരുന്ന് കഴിക്കാനല്ലേ സദ്യ കഴിക്കാൻ ഒരു സുഖമുള്ളൂ. അപ്പോൾ എല്ലാം തറയിൽ നിരത്തി കൊണ്ടുവന്ന് ആദ്യം വെച്ച് കേട്ടോ. നിരത്തി എല്ലാം വെച്ചതിന് ശേഷമാണ് ഇലയിൽ വിളമ്പുന്നത്. പിന്നെ പായസം, അടപ്പായസമാണ് വെച്ചത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഓണത്തിന് 3 പായസം വെച്ചു. എന്ന് വെച്ചാൽ അത് മണ്ടത്തരമായിപ്പോയി. വീട്ടിലൊക്കെ 3 പായസമൊക്കെ വെച്ച് കഴിഞ്ഞ് പോയാൽ ആരും അത്രയ്ക്ക് കുടിക്കില്ല. അപ്പോൾ നമ്മൾ ഈ സദ്യയൊക്കെ തിന്നണതിൻ്റെ ഒരു ആവേശത്തിൽ 3 പായസം വെച്ചു. അടയും സേമിയവും കടലപ്പായസവും എല്ലാം കൂടെ വെച്ചു. ആ ഉച്ച നേരത്ത് നമ്മൾ കഴിക്കുന്നത് തന്നെയാണ്, പിന്നീടായ അതൊന്നും കഴിക്കാനായിട്ട് നമുക്ക് തോന്നില്ല. ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടി അങ്ങ് നിർത്തി. ഒരു പായസത്തിൽ തന്നെ ഒതുക്കി അടപ്പായസമാണ് വെച്ചത്. കഴിഞ്ഞ പ്രാവശ്യം വെച്ച് ആകെ വലഞ്ഞു പോയി കേട്ടോ, ആർക്കും വേണ്ട. പിന്നെ എല്ലാവർക്കും കോരി കൊടുക്കുകയാണ് ചെയ്ത, ബന്ധുക്കൾക്കൊക്കെ കോരി കൊടുത്തു. മോക്കാണ് ഞങ്ങളെക്കാളും സദ്യ കഴിക്കാനായിട്ട് ഇഷ്ടം. അവൾ നേരത്തെ തന്നെ വന്നിരിക്കുകയാണ് ഇലയുടെ മുമ്പ്. അവൾ ചോറിട് കറികൾ വെക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കണതിൻ്റെ ഒരു തിരക്കിൽ ഒരറ്റം ഒതുങ്ങിയാണ് വന്നത്. അവൾ ഇരിക്കുന്നിടത്ത് ഫസ്റ്റ് ഇട്ടില്ല, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നു തുടങ്ങി. പക്ഷേ അവൾ എന്തൊരു ചെയ്തെന്ന്, അവൾ ഓടിപ്പോയി അവൾ ചിപ്സ് ഉപ്പേരി എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അവൾ എന്നെ സ്വന്തമായിട്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ ഇലയിൽ ഞാൻ വെച്ചോളാം, നിങ്ങളാരും വെക്കേണ്ട എന്നുള്ള രീതിയിൽ അവൾ എന്നെ നുള്ളിപ്പറക്കി വെക്കാൻ തുടങ്ങി. പിന്നെ കറികളൊക്കെ എടുത്ത് തറയിൽ ഒഴിക്കുമായിട്ട് നേരെ പിന്നെ അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അവൾ ഇല നിറച്ച് കറികളൊക്കെ വെച്ച് കൊടുത്തു. അവൾ ഒരു കറി പോലും അവൾ കഴിച്ചില്ല. പിന്നെ പായസം, അടപ്പായസം വെച്ചത് സേമിയയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഉമ്മ സേമിയ പായസം കുടിക്കില്ല. ഉമ്മ പാലൊഴിച്ചിട്ടുള്ള ഒന്നും അങ്ങനെ ഉപയോഗിക്കില്ല, പിടിക്കില്ല. അതുകൊണ്ട് ഉമ്മ സേമിയ പായസം കുടിക്കില്ല. അതുകൊണ്ടാണ് അടപ്പായസം വെച്ചത്. അതേപോലെ തന്നെ തൈര് ഉള്ള കറികളൊന്നും ഉമ്മ കഴിക്കില്ല. അതായത് പച്ചടി, കിച്ചടി അതൊക്കെ തൈരൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതൊന്നും ഉമ്മ കഴിക്കില്ല. അതൊക്കെ ഞങ്ങൾ കഴിക്കും, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത് തന്നെ. എങ്കിലും ഉമ്മ കഴിച്ചില്ലെങ്കിൽ ആ ഇലയുടെ അറ്റത്തെത്തുപോലെ വെച്ചിരിക്കും. ഉമ്മക്ക് ഈ തൈരുള്ളതൊന്നും അങ്ങനെ പിടിക്കില്ല. സലാഡായിരുന്നാലും ഉമ്മ കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ വെച്ചത്.
കറി എല്ലാ ഇലയിൽ വെച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് കഴിക്കാമെന്നും പറഞ്ഞാണ് ഞങ്ങളിരുന്നത്. ഞങ്ങൾ മാത്രമല്ല മോളും, ഞങ്ങളെക്കാളും വെപ്രാളം മോക്കായിരുന്നു. എന്ന് വെച്ചാൽ അവൾ കറിയൊന്നും കൂട്ടില്ല. അവൾക്ക് ചോറ്, ഈ ഇലയിലൊക്കെ ചോറ് കഴിക്കാനൊക്കെ ആയിട്ട് അവൾക്ക് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഇഷ്ടമാണ് അവൾക്കിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് പ്രത്യേക ഇല ഇട്ട് കൊടുക്കും. ഞങ്ങൾക്ക് ബിരിയാണിയേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം സദ്യയാണ്. ബിരിയാണി ഇഷ്ടമല്ല, നല്ല ഇഷ്ടമൊക്കെയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സദ്യയാണ്. എല്ലാം കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ, ഒരു നേരത്തേക്ക് മാത്രം, ഉച്ചത്തേക്ക് മാത്രം ഉണ്ടാക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ആരും ഒന്നും കഴിക്കില്ല. ഞങ്ങൾ എല്ലാ വർഷവും ഓണത്തിന് ഡ്രസ്സ് എടുക്കും. പിന്നെ ചുരിദാർ, ടോപ്പൊക്കെയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ സാരിയൊന്നും അങ്ങനെ എടുക്കില്ല, കാരണം ഞങ്ങൾക്ക് സാരി ഉടുക്കാൻ അറിഞ്ഞുകൂടാ. അതുമല്ല പട്ടു പാവാടയൊക്കെ വാങ്ങിച്ചാലും ആ ഒരു ദിവസം മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളതും വാങ്ങിക്കില്ല. പിന്നെ ഞങ്ങളങ്ങ് പട്ടുപാവാട ഇട്ടുകൊണ്ടങ്ങും പുറത്തോട്ടൊന്നും പോകില്ല. അതുകൊണ്ട് ഞങ്ങൾ പട്ടുപാവാടയും വാങ്ങിക്കില്ല. പിന്നെ ടോപ്പൊക്കെ ആകുമ്പം എവിടെയെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് പോവുകയൊക്കെ ചെയ്യാം. ഓണക്കോടി വേറൊരു വീഡിയോ കാണിക്കാം. ഞങ്ങൾ നബിദിനത്തിനും ഓണത്തിനും ഒത്താണ് ഞങ്ങൾ ഡ്രസ്സ് എടുത്തത്. നിങ്ങളും എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത്? ഞങ്ങൾ പുറത്തോട്ടൊന്നും അങ്ങനെ ഓണപ്പരിപാടിയൊന്നും കാണാൻ പോകുന്നില്ല. ഇല വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ പരിസരത്ത് എങ്ങും ഒരു വാഴയില പോലും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലൊരു വാഴ നിൽപ്പുണ്ട്. അതുമല്ല ഇത്രയും സദ്യയും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ പിന്നെ എങ്ങനെ ഇല കഴിക്കാതിരിക്കുന്നത്? അപ്പം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വാഴയ്ക്കകത്തുനിന്ന് കീറാത്ത 4 ഇല ഉണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ അത് ആ ഇല മുറിയാതെ ഞങ്ങൾ താത്ത് വെട്ടിയാണ് വാഴയില എടുത്തത്. അങ്ങനെ ഇലയൊക്കെ മുറിച്ചപ്പോൾ അതിനകത്ത് ഓരോരോ കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇലയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു. പിന്നെ ഇലയ്ക്കകത്ത് കുറേ എല്ലാ കറികളൊക്കെ വെച്ച് ചോറൊക്കെ വിളമ്പി വെച്ചു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സദ്യ കഴിച്ചപ്പോൾ. മോളാണെങ്കിൽ വലിയ ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ടാണ് ഇത് കഴിക്കുന്നത്. അവളും സൂപ്പറെന്നാണ് പറയുന്നത്. ഉമ്മ ആണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഉമ്മാക്ക് കഴിക്കാനായിട്ട്. ഈ വീഡിയോ ഇന്നലെ ഇടേണ്ട വീഡിയോ ആയിരുന്നു, പക്ഷെ പറ്റിയില്ല. കുറച്ച് നെറ്റ്വർക്ക് പ്രോബ്ലമൊക്കെ ഉള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. സദ്യ കഴിക്കാൻ നേരത്ത് പപ്പടം നമുക്ക് ഒട്ടും ചിലവാകില്ല, കാരണം എത്ര പൊരിച്ച് വെച്ചാലും തീരും. അതുപോലെ ഏറ്റവും കൂടുതൽ പപ്പടം തിന്നുന്നത് മോളാണ്. ഞങ്ങൾ ആവശ്യത്തിന് പപ്പടം പൊരിക്കാറുള്ളൂ. അതുപോലെ ഞങ്ങൾ അച്ചാർ വാങ്ങിക്കാൻ ഞങ്ങൾ മറന്നുപോയി. അപ്പം ഞങ്ങൾ വീട്ടിൽ വെച്ചിരുന്ന അച്ചാറുണ്ടായിരുന്നു. ഞങ്ങൾ കറിനാരങ്ങ ആയിരുന്നു അച്ചാറിന് എടുത്തത്. കറിനാരങ്ങ അച്ചാറിട്ടായിരുന്നു വീട്ടിൽ ഉള്ളായിരുന്നത്. അതുമല്ല അത് കുറച്ച് കയ്പ്പുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും സദ്യയ്ക്ക് അച്ചാർ നിർബന്ധം ആണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇലയുടെ ഒരു സൈഡിലോട്ട് അച്ചാർ വെച്ചു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാർ മാങ്ങ അച്ചാറാണ്. ഞങ്ങളങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പായസം കഴിക്കാനായിട്ട് പോവുകയാണ്. പായസം ഞങ്ങൾ അടുപ്പിൽ നിന്ന് ഇറക്കിയപ്പോൾ ഞങ്ങൾ കറക്റ്റ് ലൂസായിരുന്നു പായസം. പക്ഷേ അത് ഇരുന്ന് കട്ടിയായിപ്പോയി. അതുകൊണ്ട് ഗ്ലാസ്സിലൊന്നും ഒഴിച്ച് കുടിക്കാൻ പറ്റില്ല, ഇലയിൽ തന്നെ തിന്നാൻ പറ്റുള്ളൂ. അങ്ങനെ പഴവും പപ്പടവും പായസവും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ജമന്തി കൃഷിയെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളിപ്പോഴാണ് ഇതിനുള്ള വീഡിയോ എടുക്കുന്നത്. അന്ന് വീഡിയോ ഇട്ട ശേഷം ഞങ്ങളിപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. 2 കളറാണ് ഉള്ളത്, ഒന്ന് ഓറഞ്ചും ഒന്ന് മഞ്ഞയും. ഓണത്തിന് അത്തമിടാനായിട്ട് ഞങ്ങൾ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു. ഓണമൊക്കെ ആയപ്പോഴത്തേക്കും പൂവൊക്കെ കിളിച്ച്, അതുപോലെ ഈ ഓണ സമയത്ത് 2 പൂ വെച്ചൊന്നും നമുക്ക് അത്തമിടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അത്തം വിട്ടില്ല. പിന്നെ മോളുടെ സ്കൂളിൽ കൊടുത്തു വിടാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പൂവ്. അതുമല്ല മോളുടെ സ്കൂളിൽ ഓണം ഇല്ലായിരുന്നു ഈ വർഷം. വയനാട് ഇതേപോലെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് സ്കൂളിൽ ഓണപ്പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പൂക്കളൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന്. ചെടികളുടെ അടുത്ത് നിന്ന് ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. ടാറ്റ, ബൈ, താങ്ക് യു.